ഹലോ ഗൈസ്, അങ്ങനെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എന്തായാലും ലാലേട്ടൻ വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു അനീഷേട്ടൻ അനുമോൾ വിഷയത്തെക്കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ ഒരു കാര്യം കൈകാര്യം ചെയ്തു. വളരെ ഫൺ രൂപത്തിൽ അങ്ങ് കൈകാര്യം ചെയ്തു മാറ്റി. അനീഷേട്ടനോട് ചോദിച്ചു ഇത് സത്യമാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അനീഷേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു അയാളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞ അയാൾ ഓപ്പണായിട്ട് അയാൾ ജെനുവിനായിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അത് ആ ഒരു ജെനുവിനാലിറ്റി അവിടെയും ലാലേട്ടനോട് പറഞ്ഞു. ലാലേട്ടൻ ചോദിച്ചു സ്നേഹമാണോ, കരുണയാണോ, പ്രേമമാണോ, എന്താണ് വികാരം എന്ന് തോന്നുന്നു. അപ്പോൾ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എല്ലാ തരത്തിലുമുള്ള ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ ലാലേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ പെട്ടെന്നൊരു പെൺകുട്ടിക്ക് മറുപടി പറയാൻ പറ്റില്ല, കാരണം ഇത് വിവാഹമാണ്, അപ്പോൾ അത് ആലോചിക്കണമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അത് ചിരിച്ചുകൊണ്ട് വന്ന് കേട്ടു, കറക്റ്റാണ്. അപ്പം പിന്നീട് എന്താണ് സംസാരിക്കാൻ സമ്മതിച്ചില്ലേ, സംസാരിക്കാനായിട്ട് വന്നപ്പോൾ മിണ്ടാഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് അനുമോൾക്ക് ലാലേട്ടൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നോ എന്നാണെങ്കിൽ അയാൾക്കത് കേൾക്കാനുള്ള മനഃശക്തി ഉണ്ടാവില്ല, ചിലപ്പോൾ അയാൾക്ക് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ അയാൾ ചിലപ്പോൾ തകർന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തോന്നിയിട്ടായിരിക്കും കേൾക്കണ്ട എന്ന് പറഞ്ഞതെന്നും അതും ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് തോന്നിയത് ബിഗ് ബോസിനും ലാലേട്ടനും ഒക്കെ ഈ ഒരു വിഷയത്തിനോട് വലിയ താല്പര്യം തോന്നുന്നുണ്ട്. കാരണം ഇവരെ രണ്ടുപേരും ഒന്നിപ്പിക്കുക, രണ്ടുപേരും കുഞ്ഞു കുട്ടികളൊന്നുമല്ല, രണ്ടുപേരും നല്ല വയസ്സുള്ള ആൾക്കാരാണ്. ഒരാൾക്ക് 39 വയസ്സും ഒരാൾക്ക് 31 വയസ്സും ആവുന്നു. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാർ, അവർ കുഞ്ഞു കുട്ടികളൊന്നുമല്ല. അപ്പോൾ ആ ഒരു പഴയ പേളി ശ്രീനീഷ് പോലെ അവർ കുറച്ചുകൂടി പ്രായം കുറഞ്ഞവരായിരുന്നു. അപ്പോൾ അവരെ പോലെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ലാലേട്ടനും ബിഗ് ബോസിനും ഒക്കെ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഫലമായിട്ട് 2 കേക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ അനിമോള് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, അനിമോള് ആങ്ങള ചേട്ടനൊന്നും അല്ല പറഞ്ഞത്, എനിക്കൊരു ഫ്രണ്ടായിട്ട് ലാലേട്ടൻ പിന്നെ അനീഷേട്ടന് ഇഷ്ടമാണ്, അനീഷേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. ചോദിച്ചു അനീഷ് എങ്ങനെയാണ്, അനീഷിനോട് എങ്ങനെയാണ് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞാൽ അനീഷേട്ടൻ എനിക്ക് ഇഷ്ടമാണ്, നല്ലൊരു മനുഷ്യനാണ്, നല്ല ക്യാരക്ടറാണ്, പക്ഷേ വിവാഹം കഴിക്കാൻ എനിക്കിതിന് വലിയ താല്പര്യമില്ല, കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ ഞാൻ ആങ്ങളായിട്ടൊന്നോ ചേട്ടനൊന്നോ പറഞ്ഞിട്ടില്ല, ഞാനൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തിനെ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ നാളെ മാറാതിരിക്കാം, അതൊക്കെ അവരുടെ ചോദിച്ചാണ്, അതൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അനീഷേട്ടനും ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ ഇവിടെ ഈ ഒരു ടോക്ക് വന്നപ്പോൾ അതിനെക്കുറിച്ച് ആ ഒരു ഫണ്ട് രൂപത്തിൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ബിഗ് ബോസിനും ലാലേട്ടനും ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ട്, നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, ഇവർ തമ്മിൽ ഒന്നിക്കണം അല്ലെങ്കിൽ ഒന്നിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം അവർ നോക്കുമ്പോൾ നല്ല ഒരു മനുഷ്യനാണ് അയാളെപ്പോലുള്ളൊരു ബിഹേവിയറുള്ളൊരു മനുഷ്യനെ അനുമോൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ അനീഷേട്ടന് ഇതിനേക്കാൾ നല്ല ഒരു സ്ത്രീയെ കിട്ടും, അത് 100% എനിക്കുറപ്പാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പം വിചാരിക്കുന്നത്, ഞാൻ ഒരുപാട് ഇവരുടെ ആദ്യം തൊട്ടുള്ള വീഡിയോ ഞാനാണ് ഇടാൻ തുടങ്ങിയത്. ഞാൻ ആ ഒരു കുറ്റബോധത്തോടു കൂടി തന്നെ പറയണം, അവരുടെ ഷോർട്ട് വീഡിയോസ്, രാവിലത്തെ മോർണിംഗ് സോങ് ഞാൻ എല്ലാ ദിവസവും ഇടുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ആ മോർണിംഗ് സോങ്ങിൻ്റെ കട്ടെടുത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ പാട്ട് കയറ്റിയിട്ടാണ് ആ വീഡിയോസ് ഞാൻ ഇടുന്നത്. ആ ഒരു മില്ലനിയം അവരുടെ പാട്ടുണ്ടല്ലോ, ഡാൻസ് ഉണ്ടായിരുന്നല്ലോ, ആ ഡാൻസ് മുതൽ ഞാൻ എല്ലാ ദിവസവും അവരുടെ മോർണിംഗ് സോങ് ഇടുന്നതാണ്. അപ്പം പിന്നെ എനിക്കിപ്പോൾ തോന്നുവാണ് വേണ്ട, അനുമോളെയും കാട്ടി നല്ല ഒരു അത്യാവശ്യം അനുമോളെ നല്ലതെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ വൈസാണ് ഞാൻ പറഞ്ഞാൽ, സൗന്ദര്യമൊന്നുമല്ല, അത്യാവശ്യമാണ്. കാരണം അനുമോളെ സംബന്ധിച്ചുള്ള അനുമോള് പോരാ, കാരണം അയാൾക്ക് പറ്റിയ ഒരു പെണ്ണാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിപ്പോൾ അത് പോരാന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അവരുടെ വീട്ടുകാരുടെ സംസാരങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കെന്തോ അത് വേണ്ട, പോരാ എന്നുള്ളതല്ല, അത് ശരിയാവുമോ എന്നുള്ളൊരു സംശയം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഇപ്പോൾ ഒരു താല്പര്യമില്ല. കാരണം അനീഷേട്ടൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അനീഷേട്ടൻ എന്ത് വലിയ ഫാൻ ബേസാണ്, അയാളെ സ്നേഹിക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാർ എൻ്റെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ എനിക്ക് തന്നെ സന്തോഷമാണ്. ഒരുപാട് അമ്മമാരും ഒരു ഫാൻ ബേസും ഇല്ലാതെ ഒന്നുമില്ലാതെ കയറി വന്നൊരു സാധാരണക്കാരൻ വെറും ഒരു 90 ദിവസം അല്ലെങ്കിൽ 92 ദിവസം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇത്രമാത്രം സ്ഥാനം നേടിയില്ല, അതൊരു വലിയ കാര്യമില്ല. ഇവരൊക്കെ 11-12 വർഷം കോമഡി സ്റ്റാർ പോലുള്ള വലിയ പ്രോഗ്രാം, ഫ്ലവേഴ്സ് TV നടത്തുന്ന പ്രോഗ്രാമിൽ ചെന്ന് പങ്കെടുത്തിട്ടില്ല. അതിപ്പോൾ നമ്മളായാലും ഒരു പ്രോഗ്രാമിൽ ചെന്ന് പങ്കെടുക്കുമ്പോൾ 1 മാസം 2 മാസം അല്ല 5 മാസം കൊണ്ട് നമ്മളൊക്കെ സ്റ്റാർ ആവും. ഇതല്ല, അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വം, റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് അയാളുടെ വ്യക്തിത്വം കൊണ്ട്, അയാളുടെ പേഴ്സണാലിറ്റി കൊണ്ട് നമ്മൾ ജനങ്ങൾ അയാളെ ഇഷ്ടപ്പെടുവാണ്. അപ്പോൾ ആ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഇഷ്ടമാണ്, ആ ഒരു ഇഷ്ടമാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് പുറത്തോട്ടിറങ്ങിയാൽ നല്ല അയാൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അയാളെ മനസ്സിലാക്കുന്ന ഏതെങ്കിലും നല്ല ഒരു പെൺകുട്ടി അയാൾക്ക് വരും, കല്യാണം കഴിച്ച് ജീവിക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വേണ്ടാത്ത ഒരാളിനെ അടിച്ചൊരാളെ സ്നേഹിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് വില കൊടുത്ത് വാങ്ങുന്നതല്ലല്ലോ. സ്നേഹം ഒരാളോട് തോന്നേണ്ട വികാരമാണ്. അപ്പം തോന്നാത്ത ഒരു വികാരം മറ്റുള്ളവർ ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞെന്ന് വിചാരിച്ചാൽ, ബിഗ് ബോസ് പറഞ്ഞെന്ന് വിചാരിച്ചു, അനീഷേട്ടൻ പറഞ്ഞെന്ന് വിചാരിച്ചു,
ജനങ്ങൾ പറഞ്ഞെന്ന് വിചാരിച്ചു. അനുമോൾക്ക് തോന്നാൻ പാടില്ല. കാരണം അനുമോളെ സംബന്ധിച്ച് അനുമോൾ ഒരുപാട് ഫെയിലിയർ ഉണ്ടായ ഒരാളാണ്. ഒരുപാട് ആൾക്കാരെ അമിതമായിട്ട് വിശ്വസിച്ച് അവരുടെ കൂടെ ഭയങ്കരമായിട്ട് ഇടപഴകി ഭയങ്കര ഫെയിലിയർ അനുഭവപ്പെട്ട് അത്രമാത്രം തകർന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി ഇതിനകത്ത് ചിന്തിക്കാനായിട്ട് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരാൾ ഇഷ്ടപ്പെട്ടു, അയാൾ പ്രപ്പോസ് ചെയ്ത് വിവാഹം കഴിക്കാനാണ് പ്രപ്പോസ് ചെയ്ത്, അത് ക്ലോസ്ഡ് ആണെങ്കിൽ ക്ലോസ്ഡ് ആക്കുക, അത്രയേ ഉള്ളൂ. അനീഷേട്ടൻ ഇനി എനിക്ക് തോന്നുന്നില്ല ഒരുപാടങ്ങ് ഇനി ആ ഒരു അവസ്ഥയിലേക്ക് പോകില്ല. കാരണം അത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ലാലേട്ടൻ എപ്പിസോഡല്ലേ, ലാലേട്ടൻ ഇതെല്ലാം 24/7 ലൈവിൽ ജനങ്ങൾ കാണുന്നതെന്ന് അറിയില്ല. എന്തായാലും ലാലേട്ടൻ ഇത് ചോദിക്കുമെന്നറിയാം. അപ്പോൾ അതവിടെ ചോദിച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ ആരാണ് പുറത്ത് പോകുമെന്നും അറിയത്തില്ല. എന്തായാലും അനുമോളിനെ സേവ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ അടുത്ത വീഡിയോ ഇടാം. ഇതിപ്പോൾ ഞാൻ ഇവരുടെ കാര്യം ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ലാലേട്ടൻ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തു എന്നുള്ളത് എനിക്കും സന്തോഷമാണ്. പിന്നെ ലാലേട്ടൻ ഷാനവാസികയോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു കൂട്ടുകാരനെ ഇതേ കണക്കാക്കി തീർത്തില്ലേ, ഇതേ കണക്ക് ഒരാളെ പ്രണയിക്കാനുള്ള അവസ്ഥയിലൊക്കെ ആക്കി തീർത്തില്ലേ എന്ന് ചോദിക്കുന്ന കേട്ടു. അപ്പോൾ ഷാനവാസിക്ക് പറഞ്ഞു, അല്ലേ ഞാൻ സ്നേഹം നല്ലവനാക്കാൻ ഇവൻ്റെ ക്യാരക്ടറൊക്കെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ പ്രണയിക്കാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അനിമോളോട് ചോദിക്കുന്നുണ്ട്, ഇതിനൊരു കാരണക്കാരി അനിമോളും കൂടി ആണല്ലോ എന്ന്. അപ്പോൾ അനിമോൾ അല്ല ആണ് എന്ന് പറഞ്ഞു. അപ്പം കാരണം അനിമോളാണ് ഇതിന് യഥാർത്ഥത്തിൽ ഇത് ചോദിക്കാനുള്ള ഒരു കാരണം അയാളുടെ മനസ്സിലേക്ക് ഇതെല്ലാം കുത്തിവെച്ചിട്ട് അയാളെ മസാജ് ചെയ്യുന്നു, അയാളെ കെയർ ചെയ്യുന്നു, അയാളെ തല മസാജ് ചെയ്ത് കൊടുക്കുന്നു, അയാളെ ലവ് ചിഹ്നം കാണിക്കുന്നു, അയാളെ പിന്നെ എന്താ പറയണേ, അയാളെ ഭർത്താവിനെ ഭാര്യ എന്താണ് വിളിക്കുന്നത്, ഇച്ഛായ എന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കുന്നു, ഒരുമിച്ച് കൃഷി ചെയ്ത് ജീവിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് കുത്തിവെക്കാവുന്ന എല്ലാ കാര്യങ്ങളും കുത്തിവെച്ചത് അനിമോൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അനിമോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ലാലേട്ടൻ അത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അനിമോളൊരു കാരണക്കാരിയാണ്, അദ്ദേഹം അങ്ങനെ പറയാനായിട്ടല്ലേ അങ്ങനെ ആക്കി തീർക്കാൻ എന്ന് പറഞ്ഞു.